നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ച കേസിൽ കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാരിനെ ഒതുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒരുങ്ങുന്നു. പേപ്പർ ചോർച്ചാ വിഷയം പാർലമെന്റിൽ നിന്ന് തെരുവിലിറക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ആലോചിക്കുന്നത്. ജൂൺ 24 മുതൽ ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പേപ്പർ ചോർച്ചാ വിഷയത്തെ പ്രതിപക്ഷ MP-മാരുടെ ബഹളം ഉറപ്പാണ്. കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, SP, TMC തുടങ്ങി നിരവധി പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ നീറ്റ് വിഷയം ഉന്നയിക്കും. പാർലമെന്റ് സമ്മേളനത്തിലെ പേപ്പർ ചോർച്ചയിൽ സർക്കാരിനെ ശക്തമായി കുരുക്കിലാക്കുമെന്ന് AAP നേതാവ് സഞ്ജയ് സിംഗ് പറഞ്ഞു. ഇന്ത്യയിൽ തുടർച്ചയായി ചോദ്യപേപ്പറുകൾ ചോർന്നുകൊണ്ടിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. നരേന്ദ്രമോദിക്കിത് തടയാൻ കഴിയുന്നില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കടലാസു ചോർച്ചയുടെയും വിദ്യാഭ്യാസ പേപ്പർ ചോർച്ച നീറ്റ് വിഷയവും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. വിദ്യാഭ്യാസ സംവിധാനം തകർത്ത് യുവാക്കളുടെ ഭാവിയുമായി BJP സർക്കാർ കളിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത് സംഭവിക്കാൻ ഇന്ത്യ സഖ്യം ഒരിക്കലും അനുവദിക്കില്ല. പേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിനിടെ നീറ്റ് പേപ്പർ ചോർച്ചാ വിഷയത്തിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ കലഹത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. BJP നേതാവും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ വിജയ് കുമാർ സിൻഹയാണ് തേജസ്വി യാദവിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. നീറ്റ് കേസിൽ ഉൾപ്പെട്ട സംഘത്തിലെ അംഗങ്ങൾ പട്നയിലെ സർക്കാർ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഗസ്റ്റ് ഹൗസിൽ നിന്ന് നിരവധി പേരെ പിടികൂടിയിട്ടുണ്ടെന്ന് വിജയകുമാർ ആരോപിച്ചു. ചോദ്യചോർച്ചാ കേസിൽ NDA സഖ്യകക്ഷികളുടെ സമ്മർദ്ദവും BJPയിലുണ്ടെന്ന് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നു. എന്നാൽ ഇതുവരെ NDAയുടെ സഖ്യകക്ഷികൾ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടില്ല. BJP ഭരണത്തിന് കീഴിൽ പേപ്പർ മാഫിയ ഓരോ പരീക്ഷകളിലും കൃത്രിമം കാണിക്കുകയാണെന്ന് SP അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞു. രാജ്യത്തിനെതിരായ ആരുടെയെങ്കിലും വലിയ ഗൂഢാലോചന കൂടിയാണിത്. പോലീസ് റിക്രൂട്ട്മെന്റ് പരീക്ഷയുടെ പേപ്പർ ചോർന്നാൽ ക്രമസമാധാനം മെച്ചപ്പെടില്ല. അതുമൂലം രാജ്യത്തും സംസ്ഥാനത്തും അശാന്തിയും അസ്ഥിരതയും ഉണ്ടാകും. നീറ്റ് പരീക്ഷയിൽ കൃത്രിമം നടന്നാൽ സത്യസന്ധരായ ആളുകൾക്ക് ഡോക്ടർമാരാകാൻ കഴിയില്ല. രാജ്യത്തെ ജനങ്ങളെ ചികിത്സിക്കാൻ ഡോക്ടർമാരുടെ കുറവ് ഭാവിയിൽ ഇനിയും വർദ്ധിക്കും. സത്യസന്ധതയില്ലാത്തവർ പൊതുജീവിതത്തിന് ഭീഷണിയാകും. UGC നെറ്റ് പരീക്ഷയുടെ അഭാവത്തോടെ നിലവിലുള്ള അധ്യാപകരുടെ കുറവ് ഇനിയും വർദ്ധിക്കുമെന്നും അഖിലേഷ് പറഞ്ഞു. അധ്യാപകരുടെ കുറവ് രാജ്യത്തിൻ്റെ മാനസിക വികാസത്തെ തടസ്സപ്പെടുത്തും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന് വളരെ മാരകമായി മാറും. ഇതെല്ലാം മൂലം ഭരണ സംവിധാനവും ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങളും തകരും. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിനും മനുഷ്യവിഭവശേഷിക്കുമെതിരായ ഒരു വലിയ ഗൂഢാലോചന കൂടിയാകാം. അത് ദൂരവ്യാപകമായ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ ഇത് കർശനമായി അന്വേഷിക്കേണ്ടത്. കുറ്റവാളികൾക്ക് ഏറ്റവും കടുത്ത ശിക്ഷ നൽകണം. ഒരു കുറ്റവാളിയും എത്ര വലിയവനായാലും ശക്തനായാലും വെറുതെ വിടാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് സംഭാവനയുടെ പേരിൽ കൊറോണ വാക്സിനിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കാൻ കഴിയുന്ന അഴിമതിക്കാർ എന്തിന് പരീക്ഷാ സമ്പ്രദായം ഉപേക്ഷിക്കുമെന്ന് ആളുകൾ പറയുന്നുവെന്നും യാദവ് പറഞ്ഞു.